വ്ലോഗാട്ടാ. വാ, ഞങ്ങൾ നാളെ നോമ്പെടുക്കാൻ പോവാ. ഞങ്ങളെ ലൈഫിൽ ഇതുവരെയായിട്ട് ഞാൻ നോമ്പെടുത്തിട്ടില്ല. അപ്പോൾ നാളെ നോമ്പെടുക്കുമ്പോൾ എങ്ങനെയാണ്, കാരണം വേനൽക്കാലമാണല്ലോ, ഒരുപാട് ബുദ്ധിമുട്ടിട്ട് അവർ നോമ്പെടുക്കണേന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കാതിരിക്കല് പോട്ടെ, എനിക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ ഇരിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കാണ്ടിരിക്കാൻ ഞാൻ നന്നായി വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പം അറിയില്ല. നാളെ ഞങ്ങൾ നോമ്പെടുത്ത് നോക്കാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്. 27 നോമ്പെടുക്കാന്നാണ് കരുതിയത്. പക്ഷെ ഇവൾക്ക് മറ്റന്നാൾ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുമ്പോൾ നോമ്പെടുത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം അതിന് കുറേ മക്കൾ പോണതാണ്. അപ്പോൾ ഞങ്ങൾ നാളെ നോമ്പെടുക്കാൻ പോകും. അപ്പോൾ അലാം വെക്കുക, 4 മണിക്ക് എണീറ്റ് 2 നേരം വെച്ചിട്ടുണ്ട്. 4:15 വെച്ചിട്ട് 4:15 എണീക്കാനുള്ളൊരു വിളി. നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എടുത്ത് എണീക്കാൻ. ഞാൻ ചിലപ്പോൾ എണീക്കില്ല. അബ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അബ്ചേട്ടൻ പറഞ്ഞു നിങ്ങൾ എണീറ്റോ. അത് കഴിഞ്ഞ് എണീറ്റ് അബ്ചേട്ടൻ നേരത്തെ എണീറ്റിട്ട് DNA പോകണം. അപ്പം അത്രയും നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് നാളെ നോമ്പെടുക്കാൻ പോകും. എനിക്ക് അറിഞ്ഞോട് എങ്ങനെയാണ്, കാരണം നീര് നടക്കുന്ന പ്രശ്നമില്ല അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. വേറെ ഇപ്പം ഒന്നുമില്ല. നാളെ പരമാവധി പണികൾ എടുക്കാണ്ട് റെസ്റ്റ് എടുക്കണം. എന്നുവെച്ചാൽ വെള്ളം നയിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അപ്പം അങ്ങനത്തെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സൈലൻ്റ് ആയിട്ടുള്ളൊരു നോമ്പ് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പം നാളെ കാലത്ത് എണീറ്റിട്ട് ഞങ്ങൾ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി മേടിച്ചോണ്ടെന്നാണ് വെച്ചാൽ. അപ്പം അതുണ്ട്, ബീഫ് കറി ഉണ്ട്. അപ്പം അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നാളെ നോക്കാം. ഇപ്പം ഇന്നലെ കിടക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. അതാണ് ഈ മൊത്തത്തിലൊരു മൂകത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ 4 മണിക്ക് അലാം വെച്ച് എണീറ്റു. സാധാരണ എന്നെ കാലത്ത് എണീപ്പിക്കുന്ന ആൾ അഭിചേട്ടനാണ്. പിന്നെ ആളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് ഇരിച്ചിട്ട് ആളെ ഞാൻ കേട്ടോ തട്ടി വിളിച്ചതാ. ഷിംന അലാം അടിക്കണോ എന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ചത് അഭിചേട്ടൻ തന്നെയാണ്. പക്ഷെ ആൾ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ എഴുന്നേറ്റ് ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ അതേ കഴിച്ച് കഴിഞ്ഞപ്പോൾ 4:49. എന്താ വെച്ചാൽ നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ 5:20 എന്തോ ആണ് നോമ്പ് തുടങ്ങുന്ന വാങ്ക് വിളിക്കുന്ന സമയം എന്നറിയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കഴിക്കണമല്ലോ. പിന്നെ അത് കഴിച്ചു. പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ. 12:32. വെള്ളം ദാഹിക്കുന്നുണ്ടോ? എനിക്ക് വെള്ളം ദാഹിക്കുന്നുണ്ട് ചെറുതായിട്ടാണ്, വലിയ പ്രശ്നമൊന്നുമല്ല. ആദിക്ക് എങ്ങനെയുണ്ട്? ആദിക്ക് നോമ്പില്ല. ആദിക്കില്ല. അധികം പണികളൊന്നും അധികം എടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ ദാഹിക്കുന്ന പോലത്തെ അങ്ങനത്തെ പണികളൊന്നും ഇല്ലല്ലോ. ഫുഡ് കുക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ വെള്ളം കുടിക്കണം എന്നുള്ളൊരിത് തോന്നലുണ്ട്. പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇൻസ്റ്റഗ്രാമൊന്നും നോക്കാൻ പറ്റില്ല. ഫുഡിൻ്റെ ഓരോ ഇതുകൾ കാണുമ്പോൾ ഒരു പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സമയം 12:33 12:33 ഞങ്ങൾ കാലത്തൊരു 4:45 ആയപ്പോൾ എഴുന്നേറ്റു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോട്ടെ. ഞാനൊരു 4-5 സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരുന്നു. 4 ചപ്പാത്തി കഴിച്ചു. ബീഫ് കറിയും കൂട്ടി കഴിച്ചായിരുന്നു. ആമിയും കഴിച്ചു. അപ്പോൾ വെള്ളം കുടിച്ച് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഉണ്ടാക്കൽ കുക്ക് ചെയ്യൽ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഞാൻ 9:15 കഴിഞ്ഞിട്ട് എഴുന്നേറ്റത്. അബ്ചേട്ടന് BNIയുടെ ദിവസമായതുകൊണ്ട് അബ്ചേട്ടന് ഫുഡ് വേണ്ടായിരുന്നു. അബ്ചേട്ടൻ അവിടെ നിന്നാണ് ഫുഡ്. ആദ്യക്ക് ചപ്പാത്തി കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ കാലത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കാലത്ത് കുളിച്ചു. അലക്കൽ പോലത്തെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് അവസാനിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവന് നാളെ പരീക്ഷ ഉണ്ടാകും. കുറച്ച് നേരം പഠിപ്പിക്കണം. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. വീടിന് പുറത്തധികം പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അങ്ങനെ വെയിലത്തൊക്കെ പോയി എന്തെങ്കിലും ദാഹിക്കും. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലിരിക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഇത് വരെ വലിയ പ്രശ്നങ്ങളില്ല. അറിയില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ആമി എങ്ങനെയുണ്ട്? സമയം അപ്പോൾ 1:45. അപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ വിശക്കണമെന്ന്. ഇത്ര നേരം എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ട്, എനിക്ക് വിശപ്പിൻ്റെ അസുഖം ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞിരിക്കായിരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഈ കുറേ പണികൾ ഉണ്ട്, ഒന്നും കബേർഡൊന്നും ഒതുക്കി വെച്ചിട്ടില്ല, കുറേ നാളായിട്ടുണ്ട്. അപ്പം അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ വന്നിട്ട് അമ്മ വിശക്കുന്നു, തളർന്നുടങ്ങി. പിന്നെ ഇത് പണി ചെയ്യുമ്പോ എന്നിട്ടോ കൺട്രോൾ പോണ? എനിക്ക് തുണി പോലും മടക്കാൻ പറ്റില്ല വിശന്നിരിക്കുമ്പോ. ഔതില്ലേ, എനിക്ക് നിക്കാൻ പറ്റില്ല. എനിക്ക് വൈകുന്നേരം എന്തെങ്കിലും ചോക്ലേറ്റ് ആയിട്ട് എന്തെങ്കിലും വേണം കേട്ടോ.
ചോക്ലേറ്റ് ചോക്ലേറ്റ് കഴിക്കാൻ കൊതിയാണ്. അതങ്ങനെ വിഷന്നിരിക്കുമ്പോ ഇഷ്ടമുള്ള സാധനങ്ങൾ തിന്നാനൊക്കെ കൊതിയാവാ. ചോക്ലേറ്റും മാഗിയും ഒക്കെ ഉണ്ടാക്കാം. ആദ്യം ഫുഡ് കഴിക്കാണ് ഗൈസ്. ആദ്യം ഇന്ന് ഭയങ്കര വിശപ്പ്. ആദ്യം ഇന്ന് കാലത്ത് ദോശയല്ലല്ലോ ചപ്പാത്തി. അവന് ഇന്ന് ഭയങ്കര വിശപ്പ്. ഞങ്ങൾ നേരെ വൈകിട്ടാണ് എഴുന്നേറ്റത്. ആ സമയത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചതാ. എത്ര മണി 9:30-10 മണിയുണ്ട് അവൻ ചപ്പാത്തിയും ബീഫ് കറിയും കൂടി കഴിച്ചപ്പോ. എന്നിട്ട് അതിൻ്റെ ഇടയിൽ അവൻ വിശക്കിടുന്ന് പറഞ്ഞിട്ട് അവൻ എന്നിട്ടാ കഴിച്ച കേക്കൊക്കെ എടുത്ത് കഴിച്ചു. കഴിഞ്ഞിട്ട് നീ ഇനി വിശക്കുന്നു. അപ്പൊ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും കറിയും കൊടുത്തു. എളുപ്പല്ല കേട്ടാ. 9 ദിവസം 1 മാസം എടുക്കുന്നവരെ ഞങ്ങൾ നമിക്കുന്നു. എളുപ്പല്ല ഗൈസ്. അമ്മയ്ക്ക് തുണികൾ മടക്കി വെക്കാൻ പറഞ്ഞപ്പോൾ വിശന്ന് തുടങ്ങിയായിരുന്നു കേട്ടോ. അമ്മ വിശക്കണെന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യം ഫുഡ് എടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ അതിനോട് ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ സാധാരണ വലിയ ഫുഡൊന്നും കഴിക്കുന്ന ആളല്ലോ അവിടെ. എനിക്ക് സത്യം പറഞ്ഞ ഒരു വെള്ളം തായ്ക്കുന്നിട്ട് എനിക്ക് കുറച്ചൊരു ഇറിറ്റേഷനൊക്കെ തോന്നിയായിരുന്നു. ഞാൻ ഇനി അത് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ പോയി കിടന്ന് ഉറങ്ങിട്ടോ. സ്നാക്സ് പോയി മേടിച്ചു. ഫ്രൂട്ട്സ് ഒക്കെ ശരിയാക്കാം. വിശക്കല്ല, വെള്ളം താഴ്ക്കുക. വെള്ളം കുടിക്കണം തോന്നുന്നുണ്ട്. വിശക്കണില്ല അങ്ങനെ. എന്നാലും ചില ഫുഡൊക്കെ ആലോചിക്കുമ്പോൾ കൊതിയാവുന്നുണ്ടെങ്കിലും ഇപ്പൊ കറണ്ട് തോന്നുന്നത് വെള്ളം കുടിക്കണം എന്നുള്ള തോന്നല്ല എനിക്ക്. പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു കേട്ടോ. എല്ലാം മേശയമ്മ കൊണ്ടുവച്ച് വാങ്ക് വിളിക്കുന്നത് നോക്കി നിൽക്കായിരുന്നു. നമ്മളത് അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പം ഞാൻ വാതിലൊക്കെ തുറന്നിട്ടുണ്ട്. വാങ്ക് വിളിക്കുന്നത് കേൾക്കാൻ ആമിനെ വിട്ടേക്കാ. 6:34 6:36 ഇപ്പോഴാണ് കാണിച്ച ഗൂഗിളില്. വാങ്ക് വിളിക്കുന്ന കേൾക്കാം അവിടെ. കേക്കില്ലേ? വെള്ള ഇത് ഫ്രണ്ടിലിരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഫുഡ് വീഡിയോന്റെ താഴെ ഇങ്ങനെ കമന്റ് കാണാറുണ്ട്. നോമ്പ് എടുത്തിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് ആൾക്കാർ. ശരിക്കും പറഞ്ഞാൽ അതാട്ടെ, നമുക്ക് വിശന്നിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ ഇഷ്ടമുള്ള ഫുഡിനോട് ആ ഭയങ്കര ക്രേവിങ്സ് തോന്നണ അല്ലേ. കംപ്ലീറ്റഡ്. ഈന്തപ്പഴമില്ലാത്തോണ്ട് നമുക്ക് മുന്തിരി വെച്ച് നോമ്പ് കുടിക്കും. അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറന്നു കേട്ടോ. അയ്യോ, വെള്ളം കുടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ അങ്ങനെ ആ വിശപ്പ് പോയിട്ടോ. നമുക്ക് വല്ലാത്ത കൊതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പക്ഷെ ഇത് കഴിച്ചോടുകൂടെ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു മുട്ട ബജിയും കഴിച്ചു, കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചു, ജ്യൂസും കഴിച്ചു. അത്രയും പറ്റുള്ളൂട്ടോ കഴിക്കാൻ. പിന്നെ നമുക്ക് ഫുഡൊന്നും ഇറങ്ങണ്ടായിരുന്നില്ല. ആകെ ഒരു ഫുഡൊന്നും കഴിക്കണ്ടെന്നുള്ളൊരു തോന്നൽ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു എക്സ്പീരിയൻസ് അറിയാനായിട്ട് ചെയ്തതാണ്, അല്ലാതെ ആരും കാണിക്കാൻ ഇങ്ങനെയൊന്നല്ല. അതെടുത്തൊരു വ്ളോഗാക്കിയെന്ന് മാത്രം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സ്ഥിതിക്ക് അതൊരു വ്ളോഗാക്കി. ഇനി മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.